അതേ തൻ്റെ ഏകജാതനായ പുത്രനെ ആദരിക്കാതെ നമുക്ക് ഏവർക്കും വേണ്ടി അവൻ ക്രൂശിൽ തറച്ചു കൊന്നു. നമുക്ക് പ്രിയപ്പെട്ടവരെ, ഞാനൊരു സംഭവകഥ നിങ്ങളോട് പറയുവാൻ ആശിക്കുന്നു. ഇത് നടന്ന സംഭവമാണ്. സംഭവകഥ എന്ന് പറഞ്ഞാൽ നടന്നതാണല്ലോ. ഞാൻ പിന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ ഊന്നി പറയുന്നുള്ളൂ. അതെന്താണ് നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ ഒരു സൂസന്ന കെഡറിക് എന്ന് പറഞ്ഞ ഒരു സഹോദരി, അവരിങ്ങനെ ഒരു കപ്പൽ അടുക്കുന്ന തുറമുഖത്ത് തൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുമ്പോൾ കപ്പൽ വന്ന് തുറമുഖത്ത് അടുത്തു. അനേക ആൾക്കാർ കപ്പലിൽ നിന്ന് ചാടി ഇറങ്ങിയാണ്. അവരിതാണ് ആ തട്ടഹസിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ട് ആനന്ദ നൃത്തം ചെയ്തുകൊണ്ട് തൻ്റെ ആ ഹോണലൂരു തുറമുഖമാണ് തൻ്റെ സ്നേഹിതന്മാരെയും ഭാര്യ ഭർത്താവിനെയും ആശ്ലേഷിച്ചുകൊണ്ട് സന്തോഷത്തോടെ പൊട്ടിച്ചിരികളുടെ ആരവാരവത്തോടുകൂടി ഓരോരുത്തർ കട്ടിലിൽ നിന്ന് ആ കപ്പലിൽ നിന്ന് ആ ഹോണലൂരു എന്നൊരു സ്വപ്ന തീരത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ തൻ്റെ സ്നേഹിതയെ കാത്തിരുന്ന ഈ സൂസന്ന കിടക്കുന്ന സഹോദരി അത്ഭുതകരമായിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അസ്വാഭാവികമായിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. സുന്ദരിയായിരിക്കുന്ന ഒരു യൗവനക്കാരി കൊറിയൻ പെൺകുട്ടി, അവൾ ആ കപ്പലിൽ നിന്ന് എല്ലാവരും സന്തോഷിച്ചിറങ്ങുമ്പോൾ ഇവളിതാ മുള പൊട്ടി കീറും പോലെ ചിന്തിക്കൊണ്ട് കഠിനമായിരിക്കുന്ന രോദനത്തോടുകൂടി നിലവിളിയോടുകൂടെ ആശയറ്റവളെ പോലെ ഇറങ്ങി വരികയാണ്. അവൾ വേച്ച് വീഴാൻ പോകേണ്ട അവൾ നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഈ സൂസന്ന ഹെഡറിക്ക് ദൈവസ്നേഹമുള്ള ഒരു സുവിശേഷകയാണ്. അവൾ ഓടിച്ചെന്ന് ഒരു പരിചയമില്ലാത്ത ഈ കുഞ്ഞിന്റെ കരം ഗ്രഹിച്ചിട്ട് ചോദിച്ചു, മോനെ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എല്ലാവരും സന്തോഷിക്കുമ്പോൾ നീ മാത്രം എന്തിങ്ങനെ കരയുന്നു? അപ്പോൾ അവളുടെ കരച്ചിൽ കൂടി അവൾ എന്താണ് ഇവളെ മാറോട് ചേർത്ത് ഒരു സിമെന്റ് ബെഞ്ചിലിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഇവിടെ ഹൃദയത്തിന് ആശ്വാസം വന്നു. അപ്പോൾ ചോദിച്ചു, പറമോളെ എന്താ സംഭവം എന്ന് പറഞ്ഞു, നീ എന്തിനു കരയുന്നു? അപ്പോൾ അവളൊരു സംഭവം കഥ പറഞ്ഞു. ഞാൻ വടക്കൻ കൊറിയക്കാരിയാണ്. വടക്കൻ കൊറിയയിലെ കിരാത ഭരണത്തിന് മുമ്പിൽ മാനുഷ്യത്വരഹിതമായിരിക്കുന്ന ആ കഠിനമായിരിക്കുന്ന ദുർദിവസങ്ങൾ ഞങ്ങൾ രക്ഷപ്രാപിപ്പാൻ എന്നെപ്പോലെ ഒരു യുവതിക്ക് അവിടെ സന്തോഷത്തോടെ ജീവിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുലകൂടി മാറാത്ത എൻ്റെ ഏകജാതനായിരിക്കുന്ന ആൺപൈതലിനെയും മാറത്ത് ചേർത്തുകൊണ്ട് ഞങ്ങൾ 30 പേര് അർദ്ധരാത്രിയുടെ കൂരിരുട്ടിൻ്റെ മറവിൽ ഒരു ചെറിയ ബോട്ടിൽ മോട്ടോർ പോലും പിടിപ്പിക്കാത്ത ഒരു വഞ്ചിയിൽ ഞങ്ങൾ തുഴഞ്ഞുകൊണ്ട് പതിയെ സൗണ്ട് ഇല്ലാതെ തുഴഞ്ഞുകൊണ്ട് ഞങ്ങൾ വടക്കൻ കൊറിയയിൽ നിന്നും തെക്കൻ കൊറിയയുടെ തലസ്ഥാനമായിരിക്കുന്ന സിയൂളിലേക്ക് യാത്ര ചെയ്യാണ്. കടൽ മാർഗം ശാന്തമായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ കൊറിയൻ പട്ടാളക്കാർ ഞങ്ങളെ വെടിവെച്ച് കടലിൽ താഴ്ത്തും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നിശബ്ദരായിട്ടും ഭയത്തോടും കൂടെ ഇത് തുഴഞ്ഞ് ഞങ്ങൾ പതിയെ പോകുമ്പോൾ എൻ്റെ മുലകൂടി മാറാത്ത എൻ്റെ ആൺപൈതൽ ഏകജാതനായവൻ അവൻ എൻ്റെ മാറിലിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, 30 പേര് വേറെയുണ്ട്, ഞങ്ങൾ എന്നാണ് രക്ഷപ്പെട്ട് ഓടുകയാണ് ഈ കിരാത ഭരണത്തിൽ നിന്ന്. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞ കുഞ്ഞിൻ്റെ കരച്ചിൽ അടക്കണമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ കൊറിയൻ പട്ടാളക്കാർ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് നമ്മളെ വെടിവെച്ച് കൊല്ലും. അപ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാൻ ആകുന്നിടത്തോളം പരിശ്രമിച്ച് കുഞ്ഞിൻ്റെ കരച്ചിൽ അടക്കാൻ. പക്ഷേ അവൻ്റെ കരച്ചിൽ വളരെ ഉച്ചസ്ഥായിലായപ്പോൾ എൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞ കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കളയാൻ പറഞ്ഞു. ഇവൾ പറയുന്നു, ഞാൻ എൻ്റെ ഏകജാതനായ പുത്രനെ ഈ 30 പേരുടെ രക്ഷയ്ക്ക് വേണ്ടി കടലിലെറിഞ്ഞ് കൊന്നുകളഞ്ഞ ഒരു നിർഭാഗ്യവതിയും പാപിയുമായിരിക്കുന്ന ഒരു സ്ത്രീയാണ്. എനിക്ക് അവിടെ ഒരു സമാധാനം കിട്ടുമെന്ന് അവൾ നിലവിളിക്കുകയാണ്. അപ്പോൾ ഇത്രയും കേട്ടല്ലോ. അപ്പോൾ ഈ സൂസന്ന ഹെഡറിക്ക് അവളോട് മറ്റൊരു സംഭവം പറഞ്ഞു, മോളെ നീ 30 പേരുടെ താൽക്കാലികമായിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിന്റെ ഏകജാതനായ മകനെ കടലിലെറിഞ്ഞ് കളഞ്ഞെങ്കിൽ കണ്ടോ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ ഭൂമിയിലെ സകല മനുഷ്യരും എന്നേക്കും രക്ഷ പ്രാപിക്കേണ്ടതിന് ഈ പാപച്ചേർ നിറഞ്ഞ ഈ സമുദ്രമായിരിക്കുന്ന ലോകത്തിലേക്ക് സ്വർഗത്തിൽ നിറഞ്ഞു കളഞ്ഞു മോളെ. എന്നിട്ട് ആ കഥ പറഞ്ഞ് നിങ്ങൾക്കറിയാമല്ലോ, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച തൻ്റെ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു അവനിതാ 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിന്റെ ഉന്നതികളും സമാധാനവും കളഞ്ഞ് സന്തോഷമെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു മനുഷ്യനായിട്ട് ഈ പാപച്ചേറ്റിലേക്ക് ഇറങ്ങി വന്നു. അവൻ പാപികളോടുകൂടെ അത്താഴമുണ്ട്, പാപികളുടെ കൂടെ നടന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടെന്നാൽ പാപികളായിരിക്കും നമ്മളെ സ്വർഗത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു നമ്മൾ ഒരുവനെ പോലെ പാപമില്ലാത്തവനായിട്ട് ജീവിച്ചു. എന്നാൽ നോക്കുവിന് എന്താണ് ദൈവം നമുക്ക് വേണ്ടി തൻ്റെ പുത്രൻ കൂടെ ചെയ്തത്? ആ ക്രിസ്തുവിനെ ക്രൂശിലേക്ക് ദൈവം അയച്ചു കൊടുക്കുകയാണ്. അവനെ തകർത്ത് കളയുവാൻ പിതാവായിരിക്കുന്ന ദൈവത്തിന് നമ്മളോട് ഇഷ്ടം തോന്നി. അങ്ങനെ ആ ക്രിസ്തുവിന്റെ ശരീരം തകർത്തിട്ടെങ്കിലും നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ ക്രൂശ് മരണത്തിലേക്ക് വിടുകയാണ്. കണ്ടോ?